ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാസ്ക് ഡെമലു. നിങ്ങൾ കാണുന്ന മാസ്ക് ഡെമലു എന്ന യൂട്യൂബ് ചാനലാണ്. ഈ ചാനൽ പി സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് പി സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ഐ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്, കാണുക. ആ അൺബോക്സ് ചെയ്ത ഹെഡ്ഫോണിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചെറിയൊരു ഇൻട്രോ കഴിഞ്ഞിട്ട് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഈ ഹെഡ്ഫോൺ എക്സ എന്ന് പറഞ്ഞ കമ്പനിയുടെ E900 മോഡലാണ്. ഇതൊരു ഓവർ ദ ഇയർ ഹെഡ്ഫോൺ ആണ്. അതായത് നിങ്ങളുടെ ഇയറിൽ തട്ടൂല, ഇയറിന്റെ വെളിയിലായിരിക്കും ഇതിന്റെ കപ്പ് നിൽക്കുന്നത്, ഇതിന്റെ കുഷൻ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല കംഫേർട്ട് കിട്ടും. ഈ ഹെഡ്ഫോൺ ഞാൻ വാങ്ങിച്ചത് 1875 ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ ഹെഡ്ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ലിങ്കിൽ കയറി വാങ്ങുക. ഈ ഹെഡ്ഫോണിന്റെ കൂടെ വരുന്നത് 1.8 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു കേബിൾ ആണ്. ഇത് ഞാൻ ചുറ്റി വെച്ചേക്കണോണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാത്തത്. പിന്നെ ഇതിന്റെ ഹെഡ്ഫോണിന്റെ ജാക്കിൽ ഒരു ക്യാപ്പ് കിട്ടുന്നുണ്ട്. ഞാൻ ക്യാപ്പ് ഊരിയിട്ട് കാണിച്ചു തരാം. ഈ ഹെഡ്ഫോണിന്റെ ഓഡിയോ ജാക്ക് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അതൊരു നല്ല കാര്യമാണ് ഗൈസ്. ഈ ഹെഡ്ഫോണിൽ നിങ്ങൾക്ക് വോളിയം സ്ലൈഡ് ചെയ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതാണ്ട ഇങ്ങനെ. അതോടൊപ്പം നിങ്ങൾക്ക് മൈക്ക് ഓണും ഓഫും ചെയ്യാം. ഇങ്ങനെ. ഗൈസ്, ഈ ഹെഡ്ഫോണിലൂടെ നിങ്ങൾക്ക് ബ്രൈഡഡ് കേബിൾ അല്ല കിട്ടുന്നത്. ഗായ്സ്, അത് അത്രയ്ക്ക് വലിയ ഡിസഡ്വാൻറ്റേജ് ഒന്നും അല്ല. പക്ഷെ ഈ ഹെഡ്ഫോൺ വരുന്ന പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല ഗൈസ്. ഈ ഹെഡ്ഫോൺ ആദ്യമായിട്ട് വാങ്ങിച്ചു വെക്കുന്നവർക്ക് ചില തലവേദന കണക്ക് വല്ലതും വരണമെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഹെഡ്ഫോണിന്റെ നിങ്ങളുടെ പ്രശ്നമൊന്നുമല്ല. അത് ഈ ഹെഡ്ഫോൺ ഇത് ടൈറ്റ് ആണ് ഭയങ്കര. അത് നിങ്ങൾ കുറച്ച് ഒരു 24 മണിക്കൂർ ഇത് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഞാൻ അതേപോലെ 24 മണിക്കൂർ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഹെഡ്ഫോൺ ഉപയോഗിച്ചത്. ഞാൻ സ്ട്രെച്ച് ചെയ്ത് ഉപയോഗിച്ചത് ഈ പെട്ടിയാണ്. ഇത് ഞാൻ ചെരുപ്പ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ പെട്ടിയാണ് ഗൈസ്. ആ പെട്ടി വെച്ചാണ് ഞാൻ ഈ ഹെഡ്ഫോണിന്റെ ടൈറ്റ്നെസ് കുറച്ചത്. ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണ് വെച്ചതെന്ന്. ഗൈസ്, നേരത്തെ പറഞ്ഞ പോലെ ഈ ഹെഡ്ഫോൺ സ്ട്രെച്ച് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തലവേദനയൊന്നും വരാൻ സാധ്യതയില്ല. കൂടുതൽ നേരം പാട്ട് കേൾക്കാനും ഗെയിം കളിക്കാനും ഈ ഹെഡ്ഫോൺ നല്ല സുഖകരമാണ്. നല്ല കംഫർട്ടുള്ള ഹെഡ്ഫോണാണ്. ഇതിന്റെ കുഷനൊക്കെ നല്ല സോഫ്റ്റ് ആണ്. നല്ല കംഫർട്ട് ആയിരിക്കും കുഷൻ. ഇതിന്റെ മണ്ടയിലും ഉണ്ട് കുഷൻ. അത് നിങ്ങൾ തലയുടെ മണ്ടയിൽ ഹെഡ്ഫോൺ വയ്ക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. ഈ 2000 പ്രൈസ് റേഞ്ചിൽ വേറെ ഹെഡ്ഫോൺസ് ഉണ്ട് RGB ഉള്ള. പക്ഷെ ഞാൻ ഈ ഹെഡ്ഫോൺ ഫോണിനും PC-ക്കും ഒരേപോലെ ഉപയോഗിക്കാനാണ് എടുത്തത്, വേറെ എക്സ്റ്റൻഷൻ ഒന്നും ഇല്ലാതെ. നിങ്ങൾ RGB ഉള്ള ഹെഡ്ഫോൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 3.5 mm പകരം USB പോർട്ടാണ് കിട്ടുന്നത്. അത് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് വാങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഹെഡ്ഫോണിലോട്ട് പോയത്. ഈ ഹെഡ്ഫോണിലൂടെ നിങ്ങൾക്ക് ഒരു മൈക്രോഫോണും കൂടെ കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിന്റെ സൈഡിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇത് നോയിസ് ക്യാൻസലിംഗ് മൈക്ക് ആണെന്നാണ് പറയുന്നത്. ഞാൻ മൈക്ക് ടെസ്റ്റ് ചെയ്യട്ടെ ഗൈസ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് എക്സയുടെ മൈക്രോഫോൺ വെച്ചാണ്. ഇനി ഞാൻ ശബ്ദമുള്ള ചുറ്റുപാടിലാണ് ഗൈസ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഞാൻ സീലിംഗ് ഫാൻ ഓൺ ചെയ്തിട്ടിട്ട് അതിന്റെ താഴെ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാമോ? കേൾക്കാമെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളെ തലയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഹെഡ്ഫോൺ ഇങ്ങനെ ഇത് വലിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് നീളമുള്ള തല, എന്റെ തലയ്ക്ക് ഇത് ഫുൾ ഇട്ടാല് എനിക്ക് എന്റെ ചെവിയിൽ എത്തത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്തിയില്ലെന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട. ഇത് വെച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഈ ഹെഡ്ഫോൺ ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ 7.1 സറൗണ്ട് സൗണ്ട് അല്ല വരുന്നത്. പക്ഷെ ഈ പ്രൈസ് പോയിന്റ് വരുന്ന 7.1 സറൗണ്ട് സൗണ്ട് ഉള്ള ഹെഡ്ഫോണിനെ കാട്ടി സൗണ്ട് ക്വാളിറ്റി ഈ ഹെഡ്ഫോൺ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹെഡ്ഫോണിനെ ഞാൻ 2000 റുപ്പീസിനകത്തുള്ള ബീസ്റ്റ് എന്ന് വിളിച്ചത്. അപ്പൊ ഗൈസ്, ഈ വീഡിയോയുടെ കൺക്ലൂഷനിലോട്ട് നമുക്ക് പോവാം. ഗൈസ്, ഞാൻ ഹെഡ്ഫോണുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കുറെ ആസ്പെക്ട്സിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഹെഡ്ഫോണിന് മാർക്ക് കൊടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ആസ്പെക്ട് ലൗഡ്നെസ് ആണ്. ലൗഡ്നെസ്സിന് ഞാൻ ഈ ഹെഡ്ഫോണിന് കൊടുക്കാൻ പോകുന്ന മാർക്ക് 9 ഔട്ട് ഓഫ് 10 ആണ്. കാരണം ഈ ഹെഡ്ഫോൺ അത്യാവശ്യം നല്ല ലൗഡാണ്. പക്ഷെ നിങ്ങൾക്ക് അതിഭയങ്കര ലൗഡ്നെസ് ഒന്നും കിട്ടൂല. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ലൗഡ്നെസ് ഈ ഹെഡ്ഫോൺ തരും. അടുത്ത ഞാൻ എടുത്തേക്കുന്ന ആസ്പെക്ട് ക്ലാരിറ്റി ആണ്.
ക്ലാരിറ്റിക്ക് ഈ ഹെഡ്ഫോണിന് കൊടുത്തേക്കുന്ന മാർക്ക് 9/10 ആണ്. കാരണം ഈ ഹെഡ്ഫോണിൽ നിന്ന് പറഞ്ഞ സൗണ്ട് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. കാരണം നിങ്ങൾ മ്യൂസിക് കേൾക്കുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും അത്യാവശ്യം നന്നായിട്ട് സൗണ്ടിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അടുത്ത ഞാൻ എടുത്തേക്കുന്ന ആസ്പെക്ട് ബാസ് ആണ്. ബാസിന് ഞാൻ ഈ ഹെഡ്ഫോണിന് കൊടുത്തേക്കുന്ന മാർക്ക് 8/10 ആണ്. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനെയും കാട്ടിയും ബാസ് ഉള്ള ഹെഡ്ഫോൺ നിങ്ങൾക്ക് വേറെ കിട്ടുന്നതാണ്. പക്ഷേ ഈ ഹെഡ്ഫോൺ ഗെയിമിംഗ് ഹെഡ്ഫോണിനെ അപേക്ഷിച്ച് ഈ ഹെഡ്ഫോണിന് നല്ല ബാസ് ഉണ്ട്. അടുത്ത ഞാൻ എടുത്തേക്കുന്ന ആസ്പെക്ട് ഗെയിമിംഗ് ആണ്. ഗെയിമിങ്ങിന് ഞാൻ ഈ ഹെഡ്ഫോണിന് കൊടുത്തേക്കുന്ന മാർക്ക് 9.5/10 ആണ്. കാരണം ഈ ഹെഡ്ഫോൺ നിങ്ങൾക്ക് ഗെയിമിൽ വരുന്ന ഓരോ ചലനവും നിങ്ങൾക്ക് ചെവി കൂടെ സുഖമായിട്ട് ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾ പബ്ജി, ഫ്രീ ഫയർ പോലത്തെ ബാറ്റിൽ റോയൽ ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്തൂടെ എനിമി പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാൽശബ്ദങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഗൈസ്, ഈ ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഒരു എക്സ്ട്രാ ടിപ്പ്: ഈ ഹെഡ്ഫോൺ ബഹളം ഉള്ളിടത്ത് ചെന്നിരുന്ന് ഉപയോഗിക്കല്. ഈ ഹെഡ്ഫോൺ ആൾക്കാരുള്ളിടത്ത് ചെന്ന് ഉപയോഗിക്കല്. കാരണം ഈ ഹെഡ്ഫോണിന് ചെറിയ വോയിസ് ലീക്കേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തിരിക്കുന്നവർക്ക് അത് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഞാൻ എടുത്തേക്കുന്ന ആസ്പെക്ട് ഹെഡ്ഫോണിന്റെ സൈസ് ആണ്. സൈസിന് ഞാൻ ഹെഡ്ഫോൺ കൊടുത്തേക്കുന്നത് 9/10 ആണ്. കാരണം ഈ ഹെഡ്ഫോൺ അത്യാവശ്യം നല്ല സൈസാണ്. അത് മാത്രമല്ല ഈ ഹെഡ്ഫോണിന് പോർട്ടബിലിറ്റി കുറവാണ്. കാരണം വലിയ ഹെഡ്ഫോണാണ്. ഓവർ ദ ഇയർ ഹെഡ്ഫോണാണ്. വലിയ ഹെഡ്ഫോണാണ്. അപ്പോൾ അതിന് പോർട്ടബിലിറ്റി കുറവായിരിക്കും ഗൈസ്. അടുത്ത ഞാൻ എടുത്തേക്കുന്ന ആസ്പെക്ട് നോയ്സ് ക്യാൻസലേഷൻ ആണ്. നിങ്ങൾ നേരത്തെ ഞാൻ ഫാൻ ഇട്ടപ്പോൾ പറഞ്ഞ കേട്ട് കാണും, ഫാനിന്റെ ഒരു ശബ്ദം പോലും അതിൽ കൂടെ വന്നില്ല. കാരണം ഞാൻ ഫാനിന്റെ അടുത്ത് നിന്നാണ് സംസാരിച്ചത്. എന്നിട്ട് ഫാനിന്റെ മുഴക്കങ്ങളൊന്നും നിങ്ങൾക്ക് അധികം കേൾക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ ഇതിന് കൊടുത്തേക്കുന്നത് 8.5/10 ആണ്. അടുത്ത ആസ്പെക്ട് കംഫർട്ട് ആണ്. കംഫർട്ടിൽ ഞാൻ ഈ ഹെഡ്ഫോണിന് കൊടുത്തേക്കുന്നത് 10/10 ആണ്. കാരണം ഈ ഹെഡ്ഫോൺ നല്ല കംഫർട്ടാണ്. ഞാൻ ഈ വീഡിയോ പറഞ്ഞ പോലെ നിങ്ങൾ അത്യാവശ്യം ഹെഡ്ഫോൺ സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് കളിക്കാം. നിങ്ങൾക്ക് ചെവിക്കോ നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നവും കാണൂല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡ്ഫോൺ ആണ് ഗൈസ് ഇത്. അടുത്ത ഞാൻ എടുത്തേക്കുന്ന ആസ്പെക്ട് വാല്യൂ ഫോർ മണി ആണ്. ഈ ആസ്പെക്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹെഡ്ഫോണിന് കൊടുത്തേക്കുന്ന മാർക്ക് 9.5/10 ആണ്. കാരണം ഈ ഹെഡ്ഫോൺ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡ്ഫോൺ ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും സൗണ്ട് ക്ലാരിറ്റിയും ലൗഡ്നെസ്സും തരുന്ന വേറെ ഹെഡ്ഫോൺ എൻ്റെ അഭിപ്രായത്തിൽ വേറെ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അടുത്ത ഞാൻ എടുത്തേക്കുന്ന ആസ്പെക്ട് മ്യൂസിക് ആണ്. മ്യൂസിക് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പാട്ട് കേൾക്കുമ്പോൾ ഉള്ള ഒരു അനുഭവമാണ്. മ്യൂസിക്കിന് ഞാൻ ഈ ഹെഡ്ഫോണിന് കൊടുത്തേക്കുന്ന മാർക്ക് 9/10 ആണ്. കാരണം നിങ്ങൾക്ക് പാട്ടൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. പാട്ടിന്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നതാണ്. ഓക്കെ ഗൈസ്, ഫൈനലി ഈ ഹെഡ്ഫോണിന്റെ ഓവറോൾ മാർക്ക് ഞാൻ ഇട്ടേക്കുന്നത് 9/10 ആണ്. കാരണം ഇത്രയും ഗുണങ്ങളുള്ള ഹെഡ്ഫോണിന് ഞാൻ ഈ മാർക്ക് കൊടുത്തില്ലെങ്കിൽ ദൈവം എൻ്റെ അടുത്ത് ക്ഷമിക്കൂല ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടാൻ മറക്കല്ല്. കാരണം എന്നാലല്ലേ നിങ്ങൾക്ക് എന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടൂ. സ്റ്റേ ട്യൂൺഡ്.